അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ്. ഫ്രഷ് ഫ്രൂട്ട് ചമ്മന്തിയാണ്. നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. ഫ്രഷ് ഫ്രൂട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് ഉണ്ടാവുന്നതാണ്. ഇങ്ങനെ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി ആയി. നമ്മൾ സാധാരണ ജ്യൂസ് അടിച്ച് കുടിക്കാറുണ്ട്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇത് ചോറിൻ്റെ കൂടെയും അതുപോലെ കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഇതിനായി ഞാൻ ഇവിടെ അധികം മൂക്കാത്ത ഫ്രഷ് ഫ്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അതിന് മുന്നേയായി എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായി ഞാൻ ഇവിടെ 2 ഫ്രഷ് ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ ഒരു ലൈറ്റ് യെല്ലോ കളറായിട്ടുള്ളൂ. ഈ ഒരു പാകത്തിലുള്ള ഫ്രഷ് ഫ്രൂട്ടാണ് ചമ്മന്തിക്ക് കൂടുതൽ ടേസ്റ്റ്. നല്ല യെല്ലോ കളർ വരികയാണെങ്കിൽ അതിൽ മധുരം ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ചമ്മന്തിയുടെ ടേസ്റ്റ് കിട്ടില്ല. ഇത് നല്ല പുളിയുണ്ട്. ഇപ്പോൾ ഞാൻ എല്ലാ പൾപ്പും എടുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കാം. അല്പം വെള്ളം വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇപ്പോൾ നല്ലതുപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഫ്രഷ് ഫ്രൂട്ടിൻ്റെ കുരുവിനെ കടിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ തന്നെ ഉണ്ടാക്കാം. ഇങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റാണ്. ഞാനൊരു വെറൈറ്റി ആയിട്ട് അതിൻ്റെ പൾപ്പിൻ്റെ അരിച്ചെടുത്ത നീരിൽ മാത്രമാണ് ഉണ്ടാക്കുന്നത്. ഇത് നല്ലതുപോലെ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് ഫ്രൂട്ടിൻ്റെ ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 3 പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഈ ജ്യൂസ് ഫ്രഷ് ഫ്രൂട്ട് അടിച്ച് ജ്യൂസ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 8 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതുകൂടി ആഡ് ചെയ്യാം. അതിലേക്ക് 1 കപ്പ് തേങ്ങ, ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചി കൂടി ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ ഇഞ്ചി ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകരുത്. ഇപ്പോൾ നമ്മുടെ ഫ്രഷ് ഫ്രൂട്ട് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും നന്നായി ഇഷ്ടമാവും. ഒരുപാട് ഫ്രഷ് ഫ്രൂട്ടൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് വേസ്റ്റായി പോകാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് ബിരിയാണിയുടെ കൂടെയും അതുപോലെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി അല്പം മല്ലിയില കൂടി ചേർക്കുന്നുണ്ട് ഞാൻ. വേപ്പില, മല്ലിയിലൊക്കെ ചേർത്ത് നമുക്കിതിൻ്റെ കൂടെ ഡെക്കറേറ്റ് ചെയ്ത് കഴിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.